ഒറ്റ രാത്രി കൊണ്ട് ഒരു ലച്ചാപ്രഭു. എന്താ സാറേ? ഒന്നുമില്ല. ഒന്ന് കൊളപ്പള്ളി റോഡ് വരെ പോണം. കൊലപ്പള്ളിയോ? കൊലപ്പള്ളി അല്ല, കൊളപ്പള്ളി. ആ, അവിടെ എവിടെയാ? ബ്രഹ്മചാരി നിവാസ്. എന്ത്? ബ്രഹ്മചാരി നിവാസ്. വേണ്ട, വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടേന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ, ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കുന്ന അലവലാതി. എന്റെ അമ്മോ, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസ് അല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലേനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ 3. അതെ. വൈദ്യരുടെ ഡ്രൈവറാണല്ലേ? ആണെങ്കി ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ. അല്ല, ഹരിയുടെ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല. എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേദന മാറും കേട്ടോ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ടത് എന്തിയേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതിയെന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണം ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം ഇതരത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ച് നല്ല പിടിയാണല്ലേ? നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേരാ. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡില്ലാതെ സ്വന്തം അച്ഛൻ അമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. നീ വിളിക്ക്. ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. പ്രയോഗിക്കേ? ഹരി, ഞാനാ ജയദേവൻ. നീയായിരുന്നു. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തേലും വന്ന് പതുങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല, സാരമില്ല. ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. നീ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി മുതലുള്ള ഓട്ടോ ജലപാനം ചെയ്തിട്ടില്ല. നീ ഒരു പണിയേ, ഇവിടെ എന്റെ ചോറിരിപ്പുണ്ട്, അത് കഴിച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് വൈകുന്നേരം കാണാം. വൈദ്യുതി എപ്പോഴാ ബ്രാഞ്ചിൽ വരുന്നതെന്ന് അറിയില്ല. വരുമ്പോ കണ്ടില്ലേ പ്രശ്നമാ. ഞാൻ ചോറെടുത്ത് നോക്കട്ടെ. ഇത് അനന്തന്റെ കാമുകിയോ? അതെ, ആതിര. അതാണ് അവളുടെ പേര്.
എടാ ഇത് നീലകണ്ഠം വൈദ്യരുടെ പേരക്കിടാവാ. അയ്യോ, ഗൾഫിലുള്ള മുറച്ചിറക്കം ബാലഗോപാലുമായി കല്യാണം വരെ നിശ്ചയിച്ചിരിക്കുക. ഈ വെക്കേഷനെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന വൈദ്യര്. നിനക്ക് ആള് മാറിപ്പോയതാ. എനിക്കൊരാള് മാറിയിട്ടില്ല. ഈ കുട്ടി അനന്തന്റെ കാമുകി തന്നെയാ. ഇവര് തമ്മിൽ കത്തുകൾ അയക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുമുണ്ട്. അനന്തൻ എവിടെയായിരുന്നാലും ഇവളുമായിട്ട് ബന്ധപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ ഉത്രാളിക്കാവിൽ അമ്മേ, ഞാൻ എന്താ ഈ കേൾക്കണത്? ആ വൈദ്യരങ്ങാൻ ഇത് അറിഞ്ഞ ആ പെങ്കൊച്ചിനെ കൊത്തു നുറുക്കി കഷായത്തിലിടുമല്ലോ ഭഗവാന്. അയ്യോ, കള്ളത്തരം പറയുന്നോടാ നിഷേധി. ആ? ഇവിടെ മാമ്പള്ളി എവിടെയെന്ന്? അത് ശരി. മാമ്പള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മാമ്പള്ളി ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങളുണ്ടോന്ന് നോക്കുമായിരുന്നു. ബേഷ് ബേഷ്. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയുവോ? നാഗതന്തി വരെ, കുമ്പിൾ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില് വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധിപ്രകാരം. ഓ പറയാഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് ഇറങ്ങുക. ആ, സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. 1045 കൊല്ലത്തെ പഴക്കമുള്ള ഈ സ്ഥാപനം ഐശ്വര്യം കെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീ പരമാനന്ദ സിദ്ധവൈദ്യാശ്രമത്തിലെ ഔഷധങ്ങൾക്ക് പിഴയുണ്ടാവില്ലെന്ന് മാലോകർക്കുള്ള വിശ്വാസം കൊണ്ടാ. അതെ, അത് കളഞ്ഞു കുളിക്കാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കില്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുണ്ടല്ലോ ഈ മതിൽക്കെട്ടിനകത്ത് വെച്ചു വാഴിക്കില്ല ഞാൻ. ശ്രീ പരമാനന്ദ സിദ്ധഗുരുവാണ് സത്യം. ആ, പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. ആ നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എന്താ കുട്ടി ഇങ്ങനെ പൊട്ടം കടിച്ച് മാതി പറഞ്ഞേ? സുഭദ്രാമച്ചി ഉണ്ണിമാമയെ പോലെ വീണ്ടും സംസാരിക്കുന്നു. ചുറ്റിച്ചു ഭഗവാനെ. ഹലോ, എയർപോർട്ടല്ലേ? ആ ഉണ്ണികൃഷ്ണ, കേൾക്കുന്നില്ല? അത് തന്നെ ഞാൻ പറയണത് മനസ്സിലാക്കണോ ആദ്യം? സുഭദ്രേ, ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി. ഫോണിങ്ങോട്ട് വെക്ക. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. വരൂ. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കുക. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ. മാമ്പള്ളി, അശോകന്താൻ ഇഷ്ടം ഉവ്വ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോയിരിക്കാ? സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. വാസുപതി, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. ദേ നോക്കിയേ, ഈ മരുന്ന് അങ്ങോട്ട് കുടിക്കുക. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആതിരമോള് കോളേജിൽ പോയിരിക്ക. ദേ ഓപ്പളി മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്ക. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ ഉണ്ണി കാണിക്കണേ? അച്ഛനല്ലേ പറയുന്നേ? ഇതങ്ങോട്ട് കുടിക്കുക. അച്ഛാ. വളർന്നേ. അകത്തുകൊണ്ടേ കിടത്തിക്കോളൂ. വസുമതി കൂടെ തന്നെ ഉണ്ടാവണം. കൊണ്ടുപോയിക്കോളൂ. എന്തായാലും നീ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്കും ഞാനൊരു ശല്യമായി അല്ലേ? എടാ, ഞാൻ അതല്ല പറഞ്ഞത്. അവന്മാർ ഏത് സമയത്ത് ഇവിടെ എത്താം. നീ ഇനി ഇവിടെ തങ്ങുന്ന അത്ര സുരക്ഷിതമല്ല. ഞാൻ
ഞാനിനി എങ്ങോട്ടടാ പോണ്ടത്? ആ, നീ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. ഈശ്വരാ, ആരായിരിക്കും? അയ്യോ. ഈ കസേര. ഓ, മാമ്പുള്ളിയാശാനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ആ, കുപ്പി മറിയണ്ട. ഓ എന്താ ചൂട്. ഓ, അതെ അതെ. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. അതെ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗ. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും ഒരു ബ്രഹ്മചാരിയാണേ. അപ്പൊ വിവാഹം ഒരിക്കല് കഴിച്ചതാ. പക്ഷെ ഭാര്യാസുഖം അറിയാൻ തരപ്പെട്ടില്ല. ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് പറയാ. അതെന്താ? മർമ്മം പഠിച്ചുകൊണ്ടുള്ള ദൂഷ്യം തന്നെയാ. തൊടാന്ന് വെച്ചങ്ങ് അടുത്ത് ചെല്ലും. പക്ഷെ എവിടെയാ തൊടുക? മർമ്മസ്ഥാനത്ത് അങ്ങനെ തൊട്ട പ്രശ്നമാകുമെന്നൊരു പേടി. മർമ്മത്തിന്റെ മഹത്തൊട്ട് പറഞ്ഞു ധരിപ്പിക്കാനും തരപ്പെട്ടില്ല. അങ്ങനെ 2 കൊല്ലം പോയി. പിന്നെ അവളും പോയി. എന്റെ ശിഷ്യൻ ഒരുത്തനുണ്ടായിരുന്നു, അവന്റെ കൂടെ. ദേ, ഇയാള് വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ കിടക്കും. തൊട്ട് നോക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ? ഓ, ഇരിക്കാൻ സമ്മതിക്കൂല. ഇവിടത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊരു പൂജ പതിവുണ്ട്. എന്താ നോക്കണേ? അളവ് കൃത്യായിരിക്കും. ജയദേവൻ എങ്ങനെയാ? പൂജാതി കർമ്മങ്ങളിൽ താല്പര്യമുണ്ടോ? വല്ലപ്പോഴും. ഇങ്ങോട്ട് എടുക്ക. നിങ്ങളെ കുറിച്ച് ഹരിപ്രസാദ് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. താൻ എന്തോ അതീ മർമാണി വിദ്യ പഠിച്ച ഒരാളെ ചൂണ്ടാണി വിരൽ കൊണ്ട് ചൂണ്ടി നിർത്താന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? എന്നാ പിടിക്ക. എന്റെ പറശ്ശിനി കട മുത്തപ്പ മിന്നിച്ചേക്കണേ. വിരോധമില്ലെങ്കിൽ എന്നെ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? ആവാലോ. നല്ലൊരു മുഹൂർത്തം നോക്കി തുടങ്ങി വേണ്ടു. ഇന്നൊരു കാര്യം, ഏകാഗ്രത വേണം. മനസ്സിൽ ഭയമേ ഉണ്ടാകാൻ പാടില്ല. എന്തോ വാതിൽ തുറക്കണോ? പോയി ആര്? നമ്മുടെ പ്രേമദാസ് അവനോടെ പോയി. സർക്കാർ ആശുപത്രി ജലവാടി കിടന്ന് 3 ദിവസം മുമ്പ് മരിച്ചു പോയടാ. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. നിനക്ക് ഈ കത്തൊക്കെ കിട്ടി? വൈകിട്ടത്തെ പോസ്റ്റിൽ വന്നതാ. ഒരു അനാഥ പ്രേതം പോലെ സർക്കാരിന്റെ ശവപ്പറമ്പിൽ. അപ്പൊ ശവദാഹം കഴിഞ്ഞോ? കഴിച്ചു. ഇത്രയൊക്കെയുള്ളൂ മനുഷ്യന്റെ കാര്യം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ. ഹരിപ്രസാദേ, മെഴുകുതിരി എടുത്തോളൂ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. തൊഴുതോളൂ. മനസ്സിന് ശക്തി തരാൻ പ്രാർത്ഥിച്ചോളൂ. ഗുരുവേ നമഃ. വസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്ക് എഴുതി നീ പണമെടുത്തതെന്ന് എനിക്കറിയാം. ആ പാസരവുള്ള കാലിലണിയിക്കാൻ പറ്റാതെ എന്നേക്കുമായി നീ പോയല്ലോടാ. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകളിൽ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കും. പോയി വാതിലടയ്ക്കതാ. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടതല്ലേ? അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഏയ്, ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. പ്രേതമൊന്നുമല്ല. വിശ്വാസം പാടില്ല.
നമുക്ക് വെറുതെ തോന്നിയതേ അല്ലാതെ പിന്നെ